ഈ ടീച്ചർ പ്രസംഗിക്കുന്നതും ഈ സംഘപരിവാർ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും ബിജെപിയുടെ പല നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും അത് കേട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതും ഒക്കെ കേട്ടാൽ ഇവരൊക്കെ എത്ര വലിയ മാന്യരായിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. ടീച്ചറെ, എനിക്ക് വലിയ സങ്കടമുണ്ട്. ടീച്ചർ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇത് കേട്ടാണല്ലോ പഠിച്ചതെന്നുള്ള സങ്കടം എനിക്കുണ്ട്. കാരണം ഇവര് എന്റെ നിയോജക മണ്ഡലത്തിൽ പറവൂര് വന്ന് പ്രസംഗിച്ച് എന്താണെന്ന് ഞാൻ പറയാം. ഞാനന്ന് ഹരിത MLA എന്ന് മാധ്യമങ്ങളെല്ലാം പറയുന്ന കാലത്ത് ഇയാളുടെ ഹരിതം എന്ന് പറയുന്നത് പച്ചയാണ്, മുസ്ലിമിന്റെ പച്ചയാണ് എന്ന് പൊതുയോധി പ്രസംഗിച്ചാണ്. ഇവരെന്തും പറയും. ഇവരുടെ നാവിൽ നിന്ന് വർഗീയ വിഷമാണ് ചീറ്റുന്നത് എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. അവരുടെ മുമ്പിൽ ഇരുന്നു അവരുടെ മുഖം കണ്ടുകൊണ്ട് അത് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഇവരുടെ എല്ലാ പ്രസംഗങ്ങളും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ആളുകളുടെ ഇടയിൽ വിഷമമുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, അവരുടെ മനസ്സിൽ ആ വിഷം കുത്തിവെച്ച് മറ്റുള്ള മതവിഭാഗങ്ങളോട് ശത്രുത തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇല്ലാത്ത പൊളിവചനങ്ങൾ പറയുക. ഇവരുടെ പ്രസംഗങ്ങൾ നികേഷ് കേട്ടുകയാണല്ലോ. ഇവരുടെ പ്രസംഗങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞതെന്നാണ് ഇവർ പറയുന്നത്. വഴിയരിയിലൂടെ പോയ ഒരാളുടെ മുണ്ട് പറിച്ചെടുത്ത് നൌഷാദ് രക്ഷിക്കണമെന്ന് പറയും. അതൊന്നുമല്ല, അതിന്റെയൊക്കെ അപ്പുറം ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത്. കേരളത്തിലെ എത്രയോ ആളുകളുടെ ഒരു അപകടത്തിൽ പരിക്കേറ്റ ജീവത്യാഗം ചെയ്ത ഒരാൾക്ക് ഗവൺമെന്റ് ധനസഹായം കൊടുത്തപ്പോൾ ഇതുവരെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ കണക്കെടുക്കുകയാണ് അവർ. നൌഷാദ് ആ നൌഷാദ് എന്നുള്ള പേരുപയോഗിച്ചുകൊണ്ട് അത് കേരളത്തിൽ വിൽക്കാൻ ശ്രമിക്കുകയാണ്. അത് കേരളത്തിൽ ഓടില്ല. ഇത് മതേതര കേരളമാണ്. നിങ്ങളുടെ ഈ അത്രമാത്രം വിഷമാണ് നിങ്ങൾ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അജണ്ടയാണ്. ഇതിപ്പോ VD സതീശനാണെങ്കിലും ഉണ്ണിത്താനാണെങ്കിലും അവര് വന്നിരിക്കുന്നത് ശശികല ടീച്ചറുടെ പ്രസംഗത്തെ പറ്റി ഒരു കാടടച്ച് വെടിവെച്ചാൽ, കാരണം അവരുടെ മുന്നിൽ ജനങ്ങൾ വരില്ല. എന്റെ മുന്നിൽ വരുന്ന ജനങ്ങളെ അകറ്റാൻ ഈ TV-യിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അവർക്ക് ഇതേ ഒരു അത്താണിയുള്ളൂ. ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ബഹളം വെക്കാം. മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ എന്റെ മുന്നിൽ ജനങ്ങൾ വരില്ല. കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. അപ്പൊ അവരെ സ്വീകരിക്കുന്ന ഇതിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്റെ പ്രസംഗത്തെ ഒരു അജണ്ടയാക്കി ചർച്ച ചെയ്താൽ അതിന് രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട. ഇതൊരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. ഉണ്ണിത്താനാണെങ്കിലും സതീശനാണെങ്കിലും വിഷയം അറബിക്കടലിലെ ഉപ്പാണെങ്കിലും സുനാമി ആണെങ്കിലും ഉടനെ ശശികല ടീച്ചറുടെ CD എന്ന് പറഞ്ഞ് അതിന്റെ മേക്കോട്ട് വരുന്ന ഇതൊരു അജണ്ടയാണ്. ടീച്ചറോട് ഒരു കാര്യം പറയാനുള്ളതേ, ഞങ്ങളൊക്കെ ജനക്കൂട്ടത്തെ കണ്ടു വളർന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആളുകളൊന്നുമല്ല, ഓട് പൊളിച്ച് കയറി വന്ന ആളുകളൊന്നുമല്ല. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ട് ഇരിക്കുന്നത് ജനങ്ങളുടെ പിന്തുണയോട് കൂടിയാണ്. ആളുകളെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ആളുകളോട് ഞങ്ങൾ സംസാരിച്ചാണ് വളർന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള ആൾക്കൂട്ടം മാത്രമല്ല ആൾക്കൂട്ടം. ഞങ്ങളും ആൾക്കൂട്ടത്തോട് സംസാരിച്ച് ഞങ്ങളും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾ പോയി പ്രസംഗിക്കുന്ന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആൾക്കൂട്ടത്തിന്റെ കണ്ണീരൊപ്പിയും അവരുടെ സങ്കടങ്ങൾ മാറ്റി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളാണ്. ആൾക്കൂട്ടത്തിന്റെ കണക്ക് വെക്കരുത്. വർഗീയ വിഷം ചീറ്റുമ്പോൾ, ആളുകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ, അതിനെ ഉത്തേജിപ്പിക്കുമ്പോൾ ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവും. ആ ആൾക്കൂട്ടത്തോടാണ് ഞങ്ങൾ പറയുന്നത്, ആ ജനങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത്. ഇവര് നടത്തുന്നത് കള്ള പ്രചരണമാണ്. ക്ഷേത്രങ്ങളുടെ കാര്യമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതിൽ ഒരടിത്തറയുമില്ല, ഒരടിസ്ഥാനവുമില്ല. കേരളം മുഴുവൻ ശശികല ടീച്ചർ പറഞ്ഞു നടന്നത് പച്ചക്കള്ളമാണ്. ആ കള്ളത്തരമാണ് ഇന്ന് നിയമസഭയിൽ ദേവസ്വം മന്ത്രിയുടെ വെളിപ്പെടുത്തലോടുകൂടി പൊളിഞ്ഞു വീണത്.